Dear students, good morning everybody. So in the last class we have studied about the administrative relations between the center and the states briefly. But now we are going to elaborately study on the administrative relations between the union and the states. ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ഭരണപരമായ ബന്ധങ്ങൾ അത് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The stability and success of the federal polity depend upon the maximum cooperation and coordination between the two sets of governments in administrative field. It is one of the difficult problems in a federal form of government is that the adjustment of the administrative relations between the two sets of governments. നമുക്കറിയാം ഒരു ഡെമോക്രസി വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെഡറലിസം വിജയിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ആ ഡെമോക്രസിയും ആ ഫെഡറലിസവും ഒക്കെ തകർന്നു പോകും. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പലപ്പോഴും ഇപ്പം കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു, സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു. ഇപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ അവിടെ വ്യത്യാസം ഉണ്ട്. അല്ലെ, അവർ തമ്മിൽ ഒരു നല്ല ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ ഫ്രിക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ രണ്ടുപേരെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു ടാസ്ക്കാണ്. Therefore, the framers of the Constitution have included a detailed provisions for administrative relations between the Union and the states. Article 256 to 263 of the Constitution of India deal with the details of administrative relations between the center and the states. ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് ഡീൽ ചെയ്യുന്നത്. Article 256, 57 and 365 enable the Union government to exercise control over state governments even in the normal times through the following ways. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ഏതാണ്ട് 6 രീതികളിലൂടെ 6 മേഖലകളിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തത്, ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്സ്. സെക്കൻഡ് വൺ, ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു ദി states. Third one, the all India services. Fourth one, interstate consultative machinery. Fifth one, grants in aid to states. And sixth is emergency. Okay, let us discuss the first point. Union government or central government can issue necessary directions to states. അപ്പം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഒന്നാമത് പറയുന്ന കാര്യം. ആർട്ടിക്കിൾ 257 ക്ലോസ് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി എക്സർസൈസ്ഡ് വിതൗട്ട് ഇംപെൻഡിങ് ഓർ prejudice the executive power of the union. At the same time, the power is vested in the union to give direction to a state as may appear to the government of India to be necessary for that purpose. Again, Article 256 makes it clear that the executive power of the state shall not be against law made by the parliament or any existing laws which apply in that state. അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡയറക്ഷൻസ് ചില സമയത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. For example, Article 256 makes it clear that the executive power of the state shall not be against law made by the parliament or any existing laws which apply in that state. ഇപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഒരിക്കലും പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉണ്ടാകരുത്, അല്ലേ? അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമങ്ങൾ നിർമ്മിക്കുകയോ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറപ്പെടുവിക്കുകയോ ചെയ്യരുത്. ദാറ്റ്സ് ഓൾ. ആർട്ടിക്കിൾ 256. Union government can issue necessary directions regarding the construction and maintenance of the means of communications of national or military importance or protection of railways or other such central organizations. The parliament also holds the power to declare highway or waterways to be national highway or waterways. ഇപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ
അതിർത്തികൾക്കുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ദേശീയ ജലപാത നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മിലിറ്ററി ഇമ്പോർട്ടൻസിന് വേണ്ടി പട്ടാള ക്യാമ്പിന് വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തുകയോ അവിടെ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ സംസ്ഥാനം അത് നിർബന്ധമായും ചെയ്തു കൊടുക്കണം. ഇപ്പം നമ്മുടെ ചാലക്കുടി വഴി പോകുന്ന നാഷണൽ ഹൈവേ ഉണ്ട് അല്ലേ? അപ്പോൾ ആ നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടണം എന്ന കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്താൽ സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് തീർച്ചയായും അതിനുവേണ്ട സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുക തന്നെ വേണം. അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് നിർദ്ദേശിക്കും. അപ്പോൾ സംസ്ഥാനം അത് ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ റോഡ് അത് പാർലമെൻറ്റ് വിചാരിച്ചാൽ അത് നാഷണൽ ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്ന യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്സ് എന്ന ഭാഗത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യം. The President can directly authorize the officers regarding certain functions of the Union, but the expenditure of such functions met by the Union. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടുകയൊക്കെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ എക്സ്പെൻസ് മുഴുവൻ, അതിൻ്റെ ചിലവ് മുഴുവൻ കണ്ടെത്തേണ്ടതും സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിൽവേയുടെ വികസനത്തിന് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെങ്കിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് കേന്ദ്രമാണ് പണം കൊടുക്കേണ്ടത്, അല്ലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ. അതിൻ്റെ സർവ്വ ചെലവും കേന്ദ്രം വഹിച്ചുകൊള്ളണം. In case if the state fails to carry out the orders or directions of the union, the president's rule may be imposed on that state. അപ്പോൾ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അനുസരിക്കുന്നില്ലെങ്കിൽ, ഒന്നുകൂടെ പറയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അനുസരിക്കുന്നില്ലെങ്കിൽ, ക്യാരി ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ എമർജൻസി പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Through the 42nd Amendment Act 1976, the Parliament authorized the Union government to deploy any armed force of Union or any other force subject to the control of the Union for dealing any grave situation of law and order in any state. അത് ഉദ്ദേശിക്കുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി മുഖേനയായി ഏതെങ്കിലും സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കപ്പെട്ടു എന്ന് കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടാൽ, അല്ലെ, ഏതെങ്കിലും സംസ്ഥാനത്ത് ക്രമസമാധാനം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദി ലോ ആൻഡ് ഓർഡർ ഇൻ എനി ഓഫ് ദി സ്റ്റേറ്റ്സ്, the central government can deploy armed forces or central forces to that particular state for dealing such a grave situation of law and order. മനസ്സിലായല്ലോ? അപ്പം ഇപ്പോൾ കണ്ണൂർ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ രാഷ്ട്രീയ അക്രമങ്ങൾ കാണാൻ സാധിക്കും, അവിടെ വലിയ നിയമലംഘനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സേനയെ ഇറക്കിക്കൊണ്ട് വിന്യസിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻസ് ടു ദി സ്റ്റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. നെക്സ്റ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു ദി സ്റ്റേറ്റ്സ്. അതായത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം എക്സിക്യൂട്ടീവ് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കേന്ദ്രത്തിൻ്റെ ചില എക്സിക്യൂട്ടീവ് പവർ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കാറുണ്ട്. Under Article 258 of the Constitution, the President may, with the consent of the state government, confer on the officers of the state government certain functions of the executive power of the Union. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ജോലികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യിക്കാം. ഇതാണ് രണ്ടാമത് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലിഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു ദി സ്റ്റേറ്റ്സ്. കേന്ദ്രം ചെയ്യേണ്ട ജോലികൾ സംസ്ഥാനങ്ങളെ കൊണ്ട് കേന്ദ്രത്തിന് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരെ അതിനെ ഓതറൈസ് ചെയ്യിക്കാം, അല്ലേ? ഇത് നേരെ തിരിച്ചുമാകാം. സംസ്ഥാന ഗവർണർ വിചാരിച്ചാൽ സംസ്ഥാനം ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ജോലി കേന്ദ്രത്തെ കൊണ്ട് ഗവർണർ വിചാരിച്ചാൽ ചെയ്യിക്കാനും സാധിക്കും കേട്ടോ. അപ്പം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം നമുക്ക് ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ സംസ്ഥാനത്തുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് കേന്ദ്രത്തിൻ്റെ ജോലികൾ ചെയ്യിക്കാം. അതോടൊപ്പം സംസ്ഥാന ഗവർണർ വിചാരിച്ചാൽ കേന്ദ്രത്തോട് റിക്വസ്റ്റ് ചെയ്താൽ സംസ്ഥാനം ചെയ്യേണ്ട ജോലികൾ കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്.
Okay, next there are 3 points: the All India services, the interstate consultative machinery, then grants in aid to states, and emergency. So these points will be discussed in the next class. So these are the other 4 points related to the administrative relations between central government and state government. Once again, I repeat: the All India services, the interstate consultative machinery, grants in aid to the states, and last is emergency provisions. Okay, we will continue in the next class. Stay tuned.